കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ ആയിരം ആയിരം ദൂതന്മാർ ശുശ്രൂഷ ലഭിക്കും എൻ്റെ പ്രിയനുമായി വാഴും സമയം ലഭിക്കും എൻ്റെ പ്രിയനുമായി വാഴും സമയം നിത്യാനന്ദത്താലൻ ഹൃദയമോദിനം നിത്യാനന്ദത്താലൻ ഹൃദയമോദിനം കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമാൻ കവിഞ്ഞൊഴുകും വന്നതി പോൽ ബഹുദൂരമാൻ കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും പൂർണ്ണതയോടെ കാന്തയായി നിൽക്കും ശോഭ പൂർണ്ണതയോടെ കാന്തനും കാന്തയും കല്യാണശാലയിൽ കാന്തനും കാന്തയും കല്യാണശാലയിൽ എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി എണ്ണമില്ലാത്ത ശുദ്ധർ മധ്യേ വാഴും ചന്തമായി ലഭിക്കുമെന്നെനിക്കസംഖ്യം നിക്ഷേപം ലഭിക്കുമെന്നെനിക്കസംഖ്യം നിക്ഷേപം പ്രമോദമായി വാണിടും ഞാൻ യുഗയുഗങ്ങളാൽ പ്രമോദമായി വാണിടും കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ ശോഭിക്കും കിരീടം ബഹുവർണ്ണങ്ങളാൽ ശോഭിക്കും കിരീടം ബഹുവർണ്ണങ്ങളാൽ എൻ ശിരസിൽ വെച്ചാനുദിനമാശിഷരുളും എൻ ശിരസിൽ വെച്ചാനുദിനമാശിഷരുളും രാജപുരോഹിത വിശുദ്ധ വംശമായി രാജപുരോഹിത വിശുദ്ധ വംശമായി സിംഹാസനത്തിൽ വാഴും രാജരാജൻ കൂടന്നും സിംഹാസനത്തിൽ വാഴും രാജരാജൻ കൂടന്നും കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി ശോഭ പരിപൂർണതയോടെ ശോഭിക്കും ധരിച്ചുകൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ എൻ പ്രിയൻ തീർക്കുവാൻ പോയോരോ വീടതിൽ എൻ പ്രിയൻ തീർക്കുവാൻ പോയോരോ വീടതിൽ സുഭിക്ഷമായി വസിച്ചിടും വ്യത്യാസം വന്നിടാം സുഭിക്ഷമായി വസിച്ചിടും വ്യത്യാസം വന്നിടാം ഈ ലോകസ്ഥാനമാനങ്ങൾ ഈ ലോകസ്ഥാനമാനങ്ങൾ വെടിഞ്ഞു ഞാൻ കർത്താവിൻ പിൻപേ പോകും സ്വർഗദേശത്തെത്തുമേ ഈ ലോകസ്ഥാനമാനങ്ങൾ വെടിഞ്ഞു ഞാൻ ഈ ലോകസ്ഥാനമാനങ്ങൾ വെടിഞ്ഞു ഞാൻ കർത്താവിൻ പിൻപേ പോകും സ്വർഗദേശത്തെത്തുമേ കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണം മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും കാന്തയായി നിൽക്കും പൂർണ്ണതയോടെ കണ്ണുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ ആയിരം ആയിരം
ശോഭിക്കും കിരീടം ബഹുവർണ്ണങ്ങളാൽ ശോഭിക്കും കിരീടം ബഹുവർണ്ണങ്ങളാൽ എൻ ശിരസിൽ വെച്ചാനുദീനമാശിഷാരുള്ളൂ എൻ ശിരസിൽ വെച്ചാനുദീനമാശിഷാരുള്ളൂ രാജപുരോഹിത വിശുദ്ധ വംശമാൻ രാജപുരോഹിത വിശുദ്ധ വംശമാൻ സിംഹാസനത്തിൽ വാഴും രാജൻ കൂടുന്നു സിംഹാസനത്തിൽ രാജൻ കൂടുന്നു പോയോരോ വീടതിൽ എൻ പ്രിയൻ തീർക്കുവാൻ പോയോരോ വീടതിൽ സുഭിക്ഷമായി വസിച്ചിടും വ്യത്യാസം വന്നിടാം സുഭിക്ഷമായി വസിച്ചിടും ഈ ലോകസ്ഥാനമാനങ്ങൾ വിഞ്ഞു ഞാൻ ഈ ലോകസ്ഥാനമാനങ്ങൾ വെടിഞ്ഞു ഞാൻ കർത്താവിൻ പിൻപേ പോകും സ്വർഗദേശത്തെത്തുമേ കർത്താവിൻ പിൻപേ പോകും സ്വർഗത്തുമേ കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കുഞ്ഞാട്ടിൻ കല്യാണ മകൾ ദിനത്തിൽ നാം കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ കാന്തയായി നിൽക്കും ശോഭ പരിപൂർണതയോടെ മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം മിന്നുന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടു നാം പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ പ്രിയൻ മുഖം കണ്ടാനന്ദിക്കും നിത്യായുഗങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരുവചനവുമായി നിൽക്കുവാൻ തക്കോണം ദൈവം തന്ന വലിയേറെ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായ പാട്ട് കുഞ്ഞാട്ടൻ കല്യാണ മഹൽ ദിനത്തിൽ ആ പ്രിയൻ മുഖം കണ്ട് ആനന്ദിക്കും നിത്യായുഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ആ പ്രിയൻ്റെ മുഖം കാണുവാൻ തക്കോണം ഹല്ലേലൂയ ഇടയാക്കി തീർക്കുന്ന ഓരോ സാഹചര്യങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനൊക്കെയും ഹല്ലേലൂയ വളരെ അർത്ഥമുണ്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. 42-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും നിൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും എന്ന വചനത്തിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല ആത്മാവ് വിഷാദിച്ചുള്ളിൽ ഞരങ്ങുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിൽ പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നത്. ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇന്ന് മരിക്കുകയോ വല്ലതും ചെയ്യുകയാണെങ്കിൽ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പ്രത്യാശയുടെ ഒരു പാട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായി തീരും. അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവം പ്രത്യാശ ഉള്ളിൽ തന്നിട്ടുണ്ടെന്നുള്ള അതിൻ്റെ അർത്ഥമാണത്. ഹല്ലേലൂയ. അപ്പോൾ മരണം മനുഷ്യർക്കൊരു വേദനയല്ല, ഹല്ലേലൂയ ഒരു നിത്യതയാണ്, നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരിതാണെന്നുള്ളത് നമ്മളെ വിളിച്ചറിയിക്കുക ചെയ്യുന്നത്. ഇവിടെ 42-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ നിൻ്റെ മുഖപ്രകാശ രക്ഷയും ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. അത് മാത്രമല്ല ജീവനുള്ളൊരു ദേശത്ത് ഹല്ലേലൂയ യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവനുള്ള എന്നിങ്ങനെ ഇനിയും അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ അവൻ തൻ്റെ മുഖപ്രകാശ രക്ഷയും ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനി അവനെ സ്തുതിക്കും. അപ്പോൾ ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഓരോ നിമിഷങ്ങൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും. ഹല്ലേലൂയ കർത്താവെ എന്നെ പ്രത്യാശയോടെ നടക്കുമാറാക്കിയ ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തിനെ ലജ്ജിച്ചു പോകത്തില്ലെന്ന് ആ തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതുമാത്രമല്ല യഹോഭക്തനായ പുരുഷനാർ അവൻ തനിക്ക് പോകേണ്ട വഴി അവന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ദൈവം നമുക്ക് വചനത്തിൽ കൂടെ ആ ദൈവത്തിൻ്റെ ആലോചന ഓരോ ദിവസവും നമുക്ക് തരുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മുൻപോട്ട് നടക്കാനുള്ള ഒരു പ്രത്യാശയാണ് ദൈവം നമുക്ക് തരുന്നത്. അതുമാത്രമല്ല യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകുമെന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത്. എങ്ങനെയാണ് സഹിതന്മാർക്ക് പ്രത്യാശ അല്ലെങ്കിൽ നമുക്ക് തരാൻ ഇരിക്കുന്നതെന്ന് നമ്മൾക്ക് തിരുവചനത്തിൽ കൂടെ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാൻ തക്കോണം ഫറവോൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹല്ലേലൂയ ആ ഫറവോൻ ഹല്ലേലൂയ അവനോട് സംസാരിച്ചത് ആരാ എനിക്ക് നിങ്ങളുടെ ദൈവത്തെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവം ആരാന്ന് ചോദിച്ചാൽ ആ മോശയ്ക്കറിയത്തില്ല. അവിടെ ഒത്തിരി ദൈവങ്ങളാണ്, കണ്ടനും അല്ലെങ്കിൽ മറ്റും പല 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 ദൈവങ്ങളാണ്. ആ ദൈവങ്ങളുടെയൊക്കെ നടുവിൽ ഈ മോശ ഒരു ദൈവത്തെ പറഞ്ഞത് ഞാനാകുന്ന
ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നത്. അതാരായി ഞാൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് അറിയത്തില്ല ഈ ദൈവം ആരാണെന്ന്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, യഹോവ മോശയോടും അഹരോനോടും ഫറവോൻ നിങ്ങളോട് ഒരു അത്ഭുതം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ നീ അഹരോനോട് തൻ്റെ വടിയെടുത്ത് ഫറവോൻ്റെ മുൻപാകെ നിലത്തിടുക എന്ന് പറയണം. അത് ഒരു സർപ്പമായി തീരുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും അഹരോനും ഫറവോൻ്റെ അടുക്കൽ ചെന്നു. യഹോവ തന്നോട് കൽപ്പിച്ചിരുന്നത് പോലെ ചെയ്തു. അഹരോൻ തൻ്റെ വടി ഫറവോൻ്റെയും തൻ്റെ ഭൃത്യന്മാരുടെയും മുൻപാകെ നിലത്തിട്ടു. അത് സർപ്പമായി തീർന്നു. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവർ ഓരോരുത്തൻ താൻ്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഫറവോൻ്റെ ഹൃദയമോ യഹോവ അരുളി ചെയ്തതുപോലെ കഠിനപ്പെട്ടു. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. അപ്പോൾ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ തക്കോണം മോശെ അഹരോനോട് ഫറവോൻ്റെ അടുത്ത് എന്നിട്ട് ഒരു അത്ഭുതം ചെയ്തതാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഒരു വിശ്വാസത്തിൻ്റെ ഒരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന തിരുവചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവരുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു വടിയായിരുന്നു. ആ വടി കൊണ്ടുപോകുമ്പോൾ ദൈവം അവരോട് സംസാരിച്ചു. അവരാ വടിയുമായിട്ട് ചെന്ന് ഫറവോൻ്റെ മുൻപാകെ നിലത്തിട്ടപ്പോൾ അത് പാമ്പായി തീർന്നു. പെട്ടെന്ന് അതിൻ്റെ വാലെ പിടിച്ചപ്പോൾ അത് പിന്നെയും അല്ലാതെ വടിയായി തന്നെ തീർന്നു. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞെന്നാൽ ഒരു കാര്യം ചെയ്യാം, മിസ്രൈമിലുള്ള എല്ലാ മന്ത്രവാദികളെയും വിളിക്കാം, അവർ വന്നിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കട്ടെ, ഇത് സത്യമാണോ എന്ന് അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ആ ഫറവോന് അവരെ എല്ലാം വിളിപ്പിച്ചത്. അവരുടെ ദേശത്തുള്ള അല്ലെങ്കിൽ അന്ധകാര ശക്തികളെ എല്ലാം കൂടെ വിളിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നറിയാമോ, വടി നിലത്തിട്ട് അതും സർപ്പമായി തീർന്നു. പക്ഷെ ഒരു കാര്യം അവിടെ സത്യമായിട്ട് കാണാൻ കഴിഞ്ഞതിൻ്റെ ഒരു അവസ്ഥ, അവർ ഓരോരുത്തൻ താൻ്റെ വടി നിലത്തിട്ടു. അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹരോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. ഇപ്പം മോശെ അഹരോനും അത്ഭുതം ചെയ്യാനായിട്ട് അവിടെ ചെന്നിരിക്കുന്നത് ഹല്ലേലൂയ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ഈ വടി മറ്റേ വടിയെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഏത് അന്ധകാര ശക്തി നമ്മുടെ മുൻപിൽ നിന്നാലും അതിനെയെല്ലാം വിഴുങ്ങിക്കളയുന്ന, അല്ലെങ്കിൽ അതിനെയെല്ലാം ഇല്ലാതാക്കി കളയുന്ന, പൂർണ്ണമായി തുടച്ചു നീക്കി കളയുന്ന ഒരു അത്ഭുത ശക്തിയാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. ആ ജീവനുള്ള ദൈവമാണ്. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം വേറെ ആരുമില്ല. നമ്മൾ പാടും എപ്പോഴും ഇങ്ങനെ, നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവമാരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോൽ വലിയ ദൈവം വേറെ ആരുമില്ല. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നാണ് ആ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ പോലെ വലിയവനായ ദൈവം വേറെ ഇല്ല. ഹല്ലേലൂയ. ഒരൊറ്റ നാമമുള്ളത് യേശുവിൻ്റെ നാമം മാത്രമാണ്. ലോകത്തിൽ ഒത്തിരി നാമങ്ങളുണ്ട്, പക്ഷെ ആ നാമങ്ങളല്ല ഹല്ലേലൂയ കർത്താവിന് വേണ്ടത്. ഹല്ലേലൂയ. ഒരൊറ്റ നാമം, അവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ ഞങ്ങൾ അവിടെ അയച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ യേശുവിൻ്റെ നാമം എന്ന് പറയുമ്പോൾ തന്നെ ഹല്ലേലൂയ അന്ധകാര ശക്തികൾ ഓടി അകലുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതിൻ്റെ മുൻപാകെ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അന്ധകാര ശക്തികൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ആ ഫറവോൻ്റെ മുൻപാകെ അത്ഭുതങ്ങളെ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ അഹരോൻ്റെ വടി മറ്റേ വടികളെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ആ ഉണ്ടായ സർപ്പങ്ങൾ അതിനെല്ലാം വിഴുങ്ങുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കുന്ന, നമ്മുടെ മുൻപിൽ എരിഹോവിൻ്റെ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന വലിയ പ്രയാസങ്ങളുണ്ടല്ലോ, വലിയ ഭാരങ്ങളുണ്ടല്ലോ, ആ ഭാരങ്ങളെ എടുത്തു മാറ്റിക്കളയുന്ന ആ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ജീവനുള്ള സത്യദൈവത്തെ വിളിക്കാൻ കാരണം. ഹല്ലേലൂയ. അവൻ സത്യദൈവമാണ്, നിത്യജീവനാണ്. ഹല്ലേലൂയ. നിത്യജീവൻ്റെ മൊഴികൾ അവൻ്റെ പക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ നിത്യജീവൻ്റെ മൊഴികളാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും പറഞ്ഞു തരുന്നത്. ഈ തിരുവചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും സന്ധിമജ്ജകളെയും ഹൃദയങ്ങളെയും വിവേചിക്കുന്നതാണെന്നാണ് ദൈവത്തിൻ്റെ വചനം. അത് എബ്രായ ലേഖനം 4:12 കാണുന്നത്. അപ്പോൾ ഈ സകലത്തെയും വിവേചിക്കുന്ന ഈ ദൈവത്തിൻ്റെ ശക്തി അല്ലെ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും, മനുഷ്യൻ്റെ ഹൃദയത്തിന് വ്യത്യാസം വരുത്തും, ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥ ഉണ്ടാകും. ഇതെല്ലാം വചനം കേൾക്കുമ്പോൾ മാത്രമാണ് ജനത്തിനുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇത് ഗുണീ
ക്രമീകരണത്തിനും ശാസനത്തിനും എല്ലാം ഉള്ളതാണ്. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതാണ്. പക്ഷേ ദൈവഭക്തിയോ ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും വാഗ്ദത്തമാണെന്നാണ്. അപ്പോൾ ദൈവഭക്തി എന്ന് പറയുമ്പോൾ അല്ലെ അത് വലിയ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനുള്ളതാണ്. അത് വാഗ്ദത്തമാണെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ മഹത്വത്താലും വീര്യത്താലും നിങ്ങളെ വിളിച്ച് വേർതിരിച്ചതാണ്. അത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകിത്തരുന്ന. ഹല്ലേലൂയ. നമുക്ക് എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് നൽകിത്തരുവാൻ ശക്തമായതാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിൽ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. പൗലോസും പിന്നെ കൂട്ടരും ഹല്ലേലൂയ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് അവർ വലിയ പ്രയാസം അനുഭവിച്ച് അവർ വളരെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ഹല്ലേലൂയ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ 14 ദിവസമായി അവർക്ക് സൂര്യനെയോ ചന്ദ്രനെയോ ഒന്നും കാണാൻ വയ്യാതെ, അവർ കര പോലും കാണാതെ പ്രയാസപ്പെട്ട് ഹല്ലേലൂയ അവർ വിഷമിച്ച് വരികയാണ്. അതിൻ്റെ അപ്പോസ്തലർ പ്രവൃത്തി 27:36 ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകപ്പാടെ 276 ആളുണ്ടായിരുന്നു. അവർ തിന്ന് തൃപ്തി വന്ന ശേഷം ധാന്യങ്ങൾ കടലിൽ കളഞ്ഞ് കപ്പലിൻ്റെ ഭാരം കുറച്ചു. വെളിച്ചമായപ്പോൾ ഇന്ന ദേശമെന്ന് അവർക്ക് അറിഞ്ഞില്ല. എങ്കിലും കരയുള്ളവർ തുറ കണ്ടു. കഴിയുമെങ്കിൽ കപ്പൽ അതിലേക്ക് ഓടിക്കണമെന്ന് ഭാവിച്ചു. നങ്കൂരം അറുത്തു, കടലിൽ വിട്ടു, ചുക്കാൻ്റെ കെട്ടു അഴിച്ചു, പെരുമ്പായ കാറ്റിന് അഭിമുഖമായി കൊടുത്തു. കരയ്ക്ക് നേരെ ഓടി. പക്ഷേ മുമ്പോട്ട് പോകാൻ ഇവർക്ക് കഴിയാൻ വയ്യാതെ കടലും കരയെല്ലാം കൂടി ഒരുപോലെ ആയിപ്പോയ പോലെ അവർക്ക് ആദ്യം രക്ഷപ്പെടാൻ യാതൊരു ഒരു വിധത്തിലും അവർക്ക് കഴിയാതെ അവർ ദുഃഖിച്ച് ഹല്ലേലൂയ വരുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയാണ്, നീന്തുവാൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് കയറുവാനും ശേഷമുള്ളവർ പലകമേളിലും കപ്പലിൻ്റെ കണ്ണങ്ങളുടെ മേലും എത്തുവാനും കൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപ്പെടുവാൻ സംഗതി വന്നു. ഈ 28 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേർ മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറേ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യനൊരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കരയ്ക്ക് കാത്തു നിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്ക്, അവനെ നീതിദേവി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കാരണം അവരുടെ ദൈവം അതാ. ആ ദൈവം ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കണ്ടോ, ഇവനൊരു കൊലപാതകനാണെന്നാണ് പറഞ്ഞത്. പൗലോസ് കൊലപാതകനല്ല, നമുക്കറിയാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വിഘ്നം കൂടാതെ സംസാരിക്കുന്നവനാണ്. ഇവിടെ തിരുവചനത്തിൽ അതിൻ്റെ 28 വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെ കാണുന്നുണ്ട്, അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തൻ്റെ അടുക്കൽ വരുന്നവരെയൊക്കെയും കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉപദേശിച്ചും പോന്നു. അപ്പം യേശുവിനെക്കുറിച്ച് ഉപദേശിച്ചു പോവുകയും വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. അല്ലാതെ കൊലപാതകനോ അന്ധകാരശക്തി നിറഞ്ഞവനോ ഒന്നും അല്ലായിരുന്നു. എന്നിട്ടും അവർ പറയാം, നീതിദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ഈ ബർബരന്മാർ പറയുന്നത് അവൻ്റെ കയ്യിൽ അണലി കയറി ചുറ്റി ഇപ്പോൾ അവന് ചത്തു വീഴുമെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം കാത്തു നിന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴും വളരെ നേരം കാത്തു നിന്നിട്ട് ഒന്നും സംഭവിച്ചിരുന്നില്ല. അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവനാണെന്ന് അവർ തന്നെ പറയുവാനിടയായി തീർന്നു. നമുക്ക് ആ രാജ്യത്തുള്ള ജനത്തിന് പൗലോസിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എന്നിട്ടും അല്ലെങ്കിൽ അവർ ഉടനെ തന്നെ അവരുടെ മനസ്സ് മാറിയിട്ട് പറയാം അവനൊരു ദേവനാണെന്ന്. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ മകനാണ്. ഹല്ലേലൂയ. അത് പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനായ എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ എന്നോട് സംസാരിച്ചു എന്നാ അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായത്തിൽ പറഞ്ഞു. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് 14 ദിവസം ഒരു വെള്ളത്തിൽ ആയിപ്പോയി. എന്നാൽ ആ വെള്ളത്തിലായപ്പോൾ സൂര്യനെയോ ചന്ദ്രനെയോ ഒന്നും കാണാതെ ഹല്ലേലൂയ അവർ വലഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് ഈ
മെലിത്ത എന്ന ദ്വീപിൽ എത്തുവാനിടയിൽ തീർന്നത്. എന്നാൽ ഇവിടെ തിരുവചനത്തിൽ കാണുന്നത് ആ സ്ഥലത്തിന് സമീപമുള്ള പുബ്ലിയോസ് എന്നൊരു ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. അപ്പോൾ പൗലോസിനും കൂടെ ഉള്ളവർക്കും ഹല്ലേലൂയ ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. ആ ദേശക്കാർ അവർ ഹിന്ദുക്കളായ മനുഷ്യരാ, എങ്കിലും അവർ പിന്നെ ഇവർ വന്നത് അതിഥികളാണെന്നും പറഞ്ഞിട്ട് ഹല്ലേലൂയ അവരെ കൈക്കൊണ്ടു, അവർക്ക് അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്നു സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്നു ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളതെല്ലാം കയറ്റി തന്നു. കാരണം കപ്പലിന് ഭാരം കൂടുതലായതുകൊണ്ട് എല്ലാ സാധനങ്ങളും അവരെടുത്ത് കപ്പലിന് പുറത്ത് കളഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഏറിയ സമ്മാനങ്ങൾ കൊടുത്തു. അവിടെ അനേകർ സൗഖ്യമായി. അതുമാത്രമല്ല അവരെ ദൈവം മാനിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ള സാധനമൊക്കെ കയറ്റി കൊടുത്തു. അതുവരെ എല്ലാം നഷ്ടപ്പെട്ട് അവർ ഇരിക്കുക. ആ സമയത്താണ് ഹല്ലേലൂയ ഇവിടെ പറയുന്നത് ആ പൗലോസ് ആ ദേശത്തുള്ള അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയിൽ തീർന്നു. അനേക രോഗികളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. മറ്റ് പല രോഗികളും അവിടെ സൗഖ്യമായി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു അത്ഭുത പ്രവൃത്തി നടക്കണമായിരുന്നു. അതാണ് പൗലോസിനെ അവർ അവിടെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഈ കപ്പൽ ഛേദത്തിൽ അകപ്പെടാനും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളോ വേദനകളോ വരുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ദൈവത്തിൻ്റെ നിശ്ചയമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 14 ദിവസം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ട് പൗലോസിനെ ഒരിക്കലും പുറത്തോട്ട് വരത്തില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പൗലോസിനെ ഈ ദ്വീപുകാർ സ്വീകരിച്ചത്. ആ ദ്വീപ് ഇതുവരെയും പൗലോസ് കണ്ടിട്ടുമില്ല, അവിടെ പോയിട്ടുമില്ല. പക്ഷെ ആ ദേശത്തുള്ളവർ അവനെ കൈക്കൊണ്ടു. അത് മാത്രമല്ല ഹല്ലേലൂയ അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനിടയിൽ തീർന്നു. ഇവിടെ തിരുവചനത്തിൽ പറയുന്നത് ഹല്ലേലൂയ 28-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറയുക. അപ്പോൾ ഈ അടച്ചിരിക്കുന്ന ജനത്തിന് ഹല്ലേലൂയ ഒന്നും പറയാതെ അല്ലെങ്കിൽ ദൈവം എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളത് പറയാൻ ഇവിടെ പറ്റുന്നില്ല. ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. ആ ജനത്തിൻ്റെ മനസ്സ് തടിച്ചിരിക്കുമ്പോൾ ഒന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കത്തില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവം പറയുന്ന പോലെ ആ ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നടക്കുവാൻ തക്കണുണ്ടായിരുന്നത്. ഇവിടെ ഹല്ലേലൂയ ചില ദിവസങ്ങൾക്ക് മുൻപ് ഹല്ലേലൂയ കാലിന് പ്രയാസത്തോടുകൂടി ഞാൻ കുറേ ദിവസം ഹല്ലേലൂയ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ അതിൻ്റെ പുറകിലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട് എന്നെനിക്ക് നിശ്ചയമായിട്ടും അറിയാം. ഹല്ലേലൂയ ആ ദൈവം നമ്മളെ വഴി നടത്താൻ ശക്തനായ ദൈവം ഒരന്ധകാര ശക്തികളോ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന ദുഷ്ടശക്തികളോ ദുഷ്ടപ്പോരുകളോ നമ്മളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം എൻ്റെ ദൈവം ജീവിക്കും ദൈവം. ഹല്ലേലൂയ ആ യഥാർത്ഥ സത്യ ദൈവം ഏതാ? ആ ദൈവം നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടി വന്നവനാ. ആ നിത്യജീവൻ്റെ മൊഴികൾ ആ കർത്താവിൻ്റെ കയ്യിലുള്ളതെല്ലാം. ഹല്ലേലൂയ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ സത്യദൈവവും നിത്യജീവനുമാണ്. അപ്പോൾ ആ നിത്യജീവൻ തരാൻ വന്ന കർത്താവ് നമുക്ക് എല്ലാ ദിവസവും വേണ്ട ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് നമ്മളെ വഴി നടത്തുവാൻ ശക്തനാ. നമുക്ക് രോഗമോ വേദനയോ പ്രയാസങ്ങളോ വരത്തില്ലെന്നല്ല. ഹല്ലേലൂയ ഇതൊക്കെ വന്നാലും അതിൻ്റെ മധ്യത്തിലൊക്കെയും ഹല്ലേലൂയ ദൈവം നമ്മളെ വഴി നടത്തും. ഹല്ലേലൂയ 25-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ മനസ്സുയർത്തുന്നു. കർത്താവേ ഹല്ലേലൂയ ഞാൻ നിങ്ങളിലേക്ക് എൻ്റെ മനസ്സുയർത്താം. യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, തൻ്റെ നിയമം അവരെ അറിയിക്കുന്ന ദൈവത്തിൻ്റെ സഹിത്വമാണ് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സഹിത്വം കിട്ടുമ്പോൾ ഹല്ലേലൂയ ആ നിയമം നമ്മളെ അറിയിച്ച് ഓരോ ദിനംതോറും നമ്മളെ നടത്തും. ഹല്ലേലൂയ അതുമാത്രമല്ല മുമ്പേ പാടിയതുപോലെ ഹല്ലേലൂയ ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ ഒരുങ്ങി കാത്തിരിക്കുന്ന നമുക്കെല്ലാം ഹല്ലേലൂയ ദൈവം സമൃദ്ധിയും സന്തോഷവും എല്ലാം തരട്ടെ. ഹല്ലേലൂയ ആ പ്രത്യാശയോടെ എല്ലാ ദിവസവും ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഹല്ലേലൂയ ദൈവം
ദൈവം സൗഖ്യമാക്കും. ഹല്ലേലൂയ. ശുശ്രൂഷയുള്ളവരെ ആർക്കും ഒതുക്കാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെ തിരുവചനത്തിൽ കാണുന്നുണ്ട്, ഞാൻ വീണുവെങ്കിലും വീണ്ടും എഴുന്നേൽക്കും. അപ്പോൾ വീണു പോയാലും വീണ്ടും എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പിടിച്ചെഴുന്നേൽപ്പിക്കും, സൗഖ്യമാക്കും. ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ഹല്ലേലൂയ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് തൊട്ട് വിടുവിക്കും, നമ്മളെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ കരം നമ്മളെ പിടിക്കും. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ നമുക്ക് പാട്ട് പാടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാൻ തക്കോണം ദൈവം ഓരോ ദിവസവും ഇടയാക്കി തീർക്കും. ഹല്ലേലൂയ. അനേകർ പറയാറുണ്ട്, എനിക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം വരത്തില്ല. ഉറക്കം വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തോടു കൂടി അല്ല കിടക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഉറക്കം വരാൻ പറ്റാത്തത്. തിരുവചനത്തിലെ ഉത്തമഗീതം 8:3 ഇങ്ങനെ പറയുന്നുണ്ട്, നിൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അപ്പോൾ ഒരു കുഞ്ഞിനെ കയ്യിലോട്ട് കിടത്തി ഉറക്കുന്നത് പോലെ കർത്താവ് നമ്മളെ രാത്രികാലങ്ങളിൽ കാത്തു പരിപാലിക്കുന്നത്. ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ഉറങ്ങുന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ നിശ്ചയമായിട്ടും സുഖമായിട്ട് തന്നെ ഉറങ്ങും. ഹല്ലേലൂയ. ആ ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്, രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോൾ രാത്രി ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ ഉറങ്ങുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ ഒരു ധൈര്യം നമുക്കുണ്ടായിരിക്കണം, കർത്താവേ നിൻ്റെ കയ്യിലാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ഇങ്ങനെ പറയണം, കർത്താവേ നിൻ്റെ ഇടം കൈ എൻ്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, വലം കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. അപ്പോൾ ആ ദൈവത്തിൻ്റെ കരം ഹല്ലേലൂയ നമ്മളെ എത്ര ഭദ്രമായിട്ട് രാത്രി ഉറങ്ങുന്ന ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. ഹല്ലേലൂയ. അവൻ ഉറങ്ങാതെ നമ്മളെ പരിപാലിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴും കർത്താവ് ഉറങ്ങാതിരിക്കുക. ഹല്ലേലൂയ. അതാ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങത്തില്ല. ആ ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. അവൻ നിന്റെ ഗമനത്തെ ആഗമനത്തെ എല്ലാം പരിപാലിക്കും. ഹല്ലേലൂയ. നമ്മുടെ പോക്കും വരവും നമ്മുടെ ശ്വാസവും നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ തിരിഞ്ഞു കിടക്കുമ്പോഴും എല്ലാം ദൈവം നമ്മളെ പരിപാലിച്ചുകൊണ്ടായിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ പരിപാലനം സംരക്ഷണവും നമുക്ക് എല്ലാ ദിവസവും തരുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്കിടയാക്കി തീർക്കും. നമ്മൾ ഏത് വേദനയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കർത്താവെ അങ്ങനെ വേദന അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം നമുക്ക് അന്നേരം കൃപ തരുമാറാകും. അപ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന പ്രയാസമായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കഴിയും. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ കണ്ണുനീരോട് ഒപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും. നമുക്ക് മാത്രമല്ല ഹല്ലേലൂയ, ദൈവം പകർന്നു തന്നിരിക്കുന്ന ആ കൃപ. ഹല്ലേലൂയ. പൗലോസ് കഷ്ടത അനുഭവിച്ച് ആ ദ്വീപിലെത്തിയതാ. അവിടെ ചെന്നപ്പോൾ അവൻ്റെ കയ്യിൽ അണലി കയറി ചുറ്റി. അതിനെ കുടഞ്ഞു കളഞ്ഞിച്ച് അവൻ അവിടെ പ്രാർത്ഥിച്ചു, അനേകർക്ക് സൗഖ്യം കൊടുത്തു. അതുമാത്രമല്ല, അവിടെ ഒരു വലിയ പ്രമാണി ഉണ്ടായിരുന്നു. ആ പ്രമാണിയുടെ അപ്പൻ പനിയായി കിടക്കുമായിരുന്നു. അത് അദ്ദേഹത്തെ തൊട്ട് സൗഖ്യമാക്കി. ഹല്ലേലൂയ. സൗഖ്യമാക്കിയപ്പോൾ ആ ദേശത്തുള്ളവരെല്ലാം അറിഞ്ഞു, ഇതിങ്ങനൊരു പ്രാർത്ഥനക്കാരാണെന്നും ഇവർ പ്രാർത്ഥിക്കുന്നവരാണെന്നും അവർ സൗഖ്യമാക്കുന്നവരാണെന്നും ഒക്കെ അറിയാനിടയിത്തീർന്നു. അനേക രോഗികൾ വന്ന് അവിടെ സൗഖ്യമാകുവാനിടയിത്തീർന്നു. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാണ്. ദൈവത്തിന് സ്തോത്രം. മോശ ആ ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാനായിട്ട് കടന്നു ചെന്നപ്പോൾ ഹല്ലേലൂയ ഫറവോനൊന്നും സമ്മതിച്ചില്ല. എന്നാൽ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഹല്ലേലൂയ ആ കടിഞ്ഞൂൽ സംഹാരം ഹല്ലേലൂയ അവിടെ വന്നപ്പോൾ ഹല്ലേലൂയ ആ ഫറവോൻ എല്ലാവരെയും വിട്ടയക്കുവാനിടയിത്തീർന്നു. അവൻ്റെ പുറകെ വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ആ ഒത്തിരി പേരെല്ലാം ഹല്ലേലൂയ ആ വെള്ളത്തിൽ അങ്ങ് ചത്തടിഞ്ഞ് കിടക്കുന്നെന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് അവരെല്ലാം ഹല്ലേലൂയ ചത്തടിഞ്ഞ് കിടക്കുന്നതെല്ലാം അവർ കണ്ടു. പക്ഷേ ഇസ്രായേൽ മക്കളോ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇങ്ങനെ അവരെല്ലാം കൂടെ എന്ത് ചെയ്തെന്നറിയാമോ? ഹല്ലേലൂയ രക്ഷപ്പെട്ട് ഹല്ലേലൂയ മരുഭൂമിയിൽ പോയി പാട്ട് പാടി. മോശയും പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്ന മോശയും ഇസ്രായേൽ മക്കളും അവന് യഹോവയ്ക്ക് സങ്കീർത്തനം പാടിച്ചൊല്ലി എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്ക് പാട്ട് പാടും, അവൻ മഹോന്നതൻ, കുതിരയെ അതിന്മേൽ ഇരിക്കുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവൻ്റെ നാമം.
ഫറവോനെയും രഥത്തെയും സൈന്യത്തെയും അവൻ കടലിൽ തള്ളിയിട്ടു. തൻ്റെ രതിപ്രവരന്മാർ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ആഴി അവരെ മൂടി. അവർ കല്ലുപോലെ ആഴത്തിൽ താണു. യഹോവേ, നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ, നിന്റെ വലങ്കൈ ശത്രുവിനെ തകർത്തു കളഞ്ഞു. നിന്റെ എതിരാളികളെ മഹാപ്രവാഹത്താൽ സംഹരിക്കുന്നു. നീ നിന്റെ ക്രോധം അയക്കുന്നു, അത് അവരെ താളടിയെപ്പോലെ ദഹിപ്പിക്കുന്നു. നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി. പ്രവാഹങ്ങൾ ചിറപോലെ നിന്നു. ആഴങ്ങൾ കടലിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയി. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. നിന്റെ കാറ്റിനെ ഊതിച്ചു, കടൽ അവരെ മൂടി. അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് നിന്റെ ബലത്താൽ അവരെ കൊണ്ടുവന്നു. ജാതികൾ കേട്ട് നടുങ്ങുന്നു. ഫെലിസ്ത്യ നിവാസികൾക്ക് ഭീതി പിടിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഓരോരുത്തരെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അവരെ കൊണ്ടുവന്നു തിരുനിവാസത്തിന് ഒരുക്കിയ സ്ഥാനത്ത്. യഹോവയെ, നിന്റെ അവകാശ പർവ്വത്തിൽ നീ അവരെ നട്ടു. കർത്താവെ, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിങ്കിൽ തന്നെ യഹോവ എന്നും എന്നേക്കും രാജാവായി വാഴും. ഒരു രാജാവായി വാഴുന്ന കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ പോകുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റേ ഏത് അന്ധകാര ശക്തികളെ എല്ലാം ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ എതിരാളികളെ മഹാപ്രഭാകത്താൽ സംഹരിക്കുന്നു. നിന്റെ ക്രോധം നീ അയക്കുന്നു, അവരെ താളടികളെ പോലെ ദഹിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും പുറകെ ഹല്ലേലൂയ ചെങ്കടലിലേക്ക് വന്ന് ഫറവോനും സൈന്യവും എല്ലാം വന്നപ്പോഴും ഹല്ലേലൂയ അവരെ എല്ലാം എന്ത് ചെയ്തു? ഈയം പോലെ അവരുടെ രഥങ്ങളെല്ലാം വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ അതിനെല്ലാം എന്ത് ചെയ്തു? ഈയം പോലെ അവരെല്ലാം വെള്ളത്തിൽ താണുപോയി. ഹല്ലേലൂയ. രഥവും കുതിരയും ഹല്ലേലൂയ രാജാവും ഫറവോനും എല്ലാം അങ്ങ് വെള്ളത്തിൽ താണു പോകാൻ ഇടയിത്തീർന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ മുഴുവനും ആ ചെങ്കടലിൽ കൂടെ അക്കരെ കടന്നു. അവർ ദൈവത്തിന് പാട്ട് പാടി. അവൻ മഹോന്നതനാണെന്ന് അവർ പാടിയത്. യഹോവ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. നീ വലങ്കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി. ആ ദയയാൽ തൻ്റെ ജനത്തെ ഓരോ ദിവസവും ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ വീണ്ടെടുത്ത ജനത്തെ നീ നടത്തിയാൽ ദയയാല നടത്തുന്നത്. ഞാൻ എൻ്റെ കാൽ വഴുതുന്നു പറഞ്ഞപ്പോൾ നിൻ്റെ ദയ എന്നെ താങ്ങി. ദൈവത്തിൻ്റെ ദയ താങ്ങുന്നത് കൊണ്ടാണ് നമ്മളെ ദൈവം ഓരോ നിമിഷം തോറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഇസ്രായേലിൻ്റെ പരിപാലനം മയങ്ങാത്തവനായി നമ്മളോട് കൂടെയുള്ളതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് അവനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കണം ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഹല്ലേലൂയ. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങളൊക്കെ അനുഭവിച്ച് കടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് വേദനയാണ് അനുഭവിക്കുന്നത്, ഏത് കണ്ണുനീരിൽ കൂടെയാണ് കടന്നു പോകുന്നത്, അതിനെയൊക്കെ വിടുവിക്കുവാൻ തക്കണം എൻ്റെ ദൈവം ശക്തനായ ദൈവം. ഹല്ലേലൂയ. ആ ശക്തനായ ദൈവത്തിൻ്റെ മുൻപാകെ ഹല്ലേലൂയ നമുക്ക് അവൻ്റെ മുൻപാകെ പ്രാർത്ഥിച്ച് വണങ്ങി എല്ലാ ദിവസവും ജീവിക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് ആനന്ദിച്ച് ഹല്ലേലൂയ ദൈവത്തിന് സകല മഹത്വവും മാനവും എല്ലാം കൊടുക്കുക. ഹല്ലേലൂയ. നമുക്ക് ജീവിപ്പാൻ തക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.